ഹായ് ഓൾ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് മിസ് വന്നിരിക്കുകയാണ്. നമ്മുടെ തേർഡ് ഇയർ BA സോഷ്യോളജി വിദ്യാർത്ഥികളുടെ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് 2 എന്ന പേപ്പറിൻ്റെ PYQ ഡിസ്കഷനുമായിട്ടാണ് മിസ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം എന്താ, നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ കാണുന്നതിലൂടെ ഈ ഒരു പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും റെഡി അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എന്താ, ഈ ഒരു പേപ്പറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാണ്. ശരിക്കും ഇതൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് എന്താണ്, നമ്മളുടെ ഏതൊക്കെ തിയറിസ്റ്റുകളാണ് നമ്മളുടെ ഈ ഒരു സോഷ്യോളജിയിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്, അവരെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ ഒരു പേപ്പറിലൂടെ നടത്തുന്നത്. അപ്പൊ ഇതെന്താ, കുറച്ച് ടഫായിട്ടുള്ള ഒരു പേപ്പറാണ്. നമുക്ക് എന്താണ്, അതിൻ്റെ ഓരോരുത്തരും എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് പറഞ്ഞതെന്ന് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മിസ് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ഓരോരുത്തരും എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുത്തതെന്ന് ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ വേണം. ഒരു തിയറിസ്റ്റിന്റെ പേര് കണ്ടാൽ അദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് ബേസിസിലാണ് നമുക്ക് മുന്നോട്ട് ഇതിന്റെ ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുക. അതുപോലെ എന്താണ്, ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്, ബോഡി പാർട്ട്, കൺക്ലൂഡിങ് പാർട്ട്, അങ്ങനെ എന്താണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഇതിനെ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്കിതിൽ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ആ ഒരു തിയറിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. എന്തൊരു വേർഡാണോ, കീ വേർഡാണോ ആ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്, ആ കീ വേർഡിലേക്ക് ആ ഒരു തിയറിയെ എഴുതി നമ്മൾ എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ്, ആ ഒരു തിയറി 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണ്, നമ്മൾ എഴുതുമ്പോൾ തിയറിയെ മൊത്തത്തിൽ എഴുതാൻ ശ്രമിക്കുക. അത്രയും എഴുതാനുള്ള കണ്ടന്റ് നമ്മുടെ ഈ ഒരു 20 മാർക്കിൽ നമുക്ക് അത്രയും തോനെ എഴുതാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ എന്താ, നമ്മൾ ആ ഒരു കീവേഡ്, എന്തൊരു കീവേഡ് ആണോ നമുക്ക് നൽകിയിട്ടുള്ളത്, ആ ഒരു കീവേഡിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. തിയറി എന്താണ്, എല്ലാം ബേസിക് ആയിട്ട് സെയിം ആണ്. നമ്മളൊരു തിയറിസ്റ്റ് എന്ത് കോൺട്രിബ്യൂഷൻസ് ആണോ കൊടുത്തത് എന്ന് ക്ലിയർ കട്ടായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, പിന്നെ നമുക്ക് അതിലേക്ക് ആ ഒരു ക്വസ്റ്റ്യന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. ഇതിലെന്താ, നമ്മൾ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ മിസ് തുടങ്ങുകയാണേ. നിങ്ങൾ തേർഡ് ഇയർ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് അറിയാം എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, കാര്യങ്ങളൊക്കെ. 20 മാർക്കിന്റെ എസ്സേ ആണ് വരിക. അപ്പൊ എന്താ, നമ്മൾ 400 വേർഡ്സിലെങ്കിലും എഴുതിയിരിക്കണം. 3 മണിക്കൂറാണ് നമ്മുടെ എക്സാം ടൈം വരിക. അതൊക്കെ മാനേജ് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. എസ്സേ എഴുതുമ്പോൾ എനിക്കറിയാം നമ്മളൊക്കെ എക്സാം എഴുതി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്താ, നമുക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. എസ്സേ എഴുതുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. എന്നാൽ എന്താ, അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യന് ഇത്ര ടൈം വെച്ചിട്ട് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതണം. ഇപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സോഷ്യൽ ഓർഗനൈസേഷൻ, ഡിസ്കസ്. ഇതെന്താ, ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ സോഷ്യൽ സ്ട്രക്ചറും അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷനും കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആരെയാ ചിന്തിക്കേണ്ടത്? നമ്മൾ A.R. റാഡ്ക്ലിഫ് ബ്രൗണിനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ആ രീതിയിൽ ഏതൊക്കെ കോൺസെപ്റ്റ് ആണ്, ആരൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഈ ഒരു മിസ് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ആ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് ഈ ഒരു ലൈവ് സെക്ഷന് വന്നിട്ടുള്ളത് എന്ന്.
കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണം, തീർച്ചയായിട്ടും കാണണം. കണ്ടു കഴിഞ്ഞാൽ, ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ എക്സാം എന്താണ് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കറക്റ്റായിട്ട് എല്ലാ കോൺസെപ്റ്റും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത്, എക്സാമ്പിൾസ് വരെ വെച്ചിട്ട് മിസ് അത് കറക്റ്റ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ക്ലാസ് ഒക്കെ കണ്ടിട്ട് വേണം പോവാൻ. റാഡ്ക്ലിഫ് ബ്രൗൺ എന്താ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഫങ്ഷൻസിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ ഈ റാഡ്ക്ലിഫ് ബ്രൗൺ നമ്മുടെ ഈ ഒരു തിയറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ആ ഒരു ബ്ലോക്കില് തിയറിസ്റ്റുകളുടെ ആ ഒരു സെക്ഷൻ, ഈ ഒരു പേപ്പറിൽ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ്ലി സ്ട്രക്ചറലിസം ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് ആണ് വരുന്നത്. ആ ഒരു കോമൺ ആയിട്ടുള്ള തോട്ട്, സൊസൈറ്റിയുടെ സ്ട്രക്ചറിന്റെ ബേസിസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. എല്ലാത്തിലും നമുക്ക് എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അദ്ദേഹം നമ്മുടെ സോഷ്യോളജിയുടെ ഫീൽഡിലേക്ക് ഒരു റിഗറസ് ആയിട്ടുള്ള ബാറ്ററി, ഒരു കഠിനമായിട്ടുള്ള ബാറ്ററി എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അത്രയും ടഫ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഒരു സ്റ്റഡി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു പോർഷൻ നമ്മൾ പറയുന്നത്. അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആ ഒരു തിയറിയിൽ നമ്മൾ പറയേണ്ടത്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസിനാണ് ഈ റാഡ്ക്ലിഫ് ബ്രൗൺ പ്രാധാന്യം നൽകിയത്. അതായത് നമ്മൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു വ്യക്തിയെയാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിനെയാണോ പഠിക്കുന്നത്, ആ ഗ്രൂപ്പിൽ അവരോടൊപ്പം ഒരാളായി നിന്നുകൊണ്ട്, ഒരു ലോങ് ടേം ആയിട്ട് നിന്നുകൊണ്ട്, ഒരു 1 to 2 years ഒക്കെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ സൊസൈറ്റി, അവർ ഫോളോ ചെയ്യുന്ന കൾച്ചേഴ്സ്, ബിഹേവിയർ പാറ്റേൺസ്, അവരുടെ റിച്വൽസ്, നോംസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അവരിൽ നിന്ന് എന്താണ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവരിൽ നിന്ന് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. റിസർച്ചർ ഡയറക്റ്റ് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പൊ അത് കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ റാഡ്ക്ലിഫ് ബ്രൗൺ. അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഡാറ്റ കളക്ഷൻ ഒക്കെ നടത്തിയിരിക്കുന്നത്. അതുപോലെ സയന്റിഫിക് സ്റ്റഡിക്ക് പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയാണ്. നമ്മുടെ സോഷ്യോളജിയിലും സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്താൻ പറ്റുമെന്നും, അത്തരത്തിലുള്ള നോളജ് നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള റിയാലിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ വേൾഡിലെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സ്ട്രക്ചറിന്റെ, അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു ഫോം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു ജാതികളുടെയൊക്കെ ആ ഒരു സ്ട്രക്ചർ, നമ്മൾ ഹയർ ആയിട്ടുള്ള ജാതി മുകളിലുള്ള നിലയിലും താഴേക്ക് വരുന്നതോളം ലോവർ ആയിട്ടുള്ള ജാതികൾ വരുന്ന ആ ഒരു സ്ട്രക്ചറിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു സോഷ്യൽ റിയാലിറ്റിയെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനും അതുപോലെ സ്ട്രക്ചറും എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ സ്ട്രക്ചർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സൺസ് ആണ്. ഒരു സൊസൈറ്റിയിലെ വ്യക്തികളുടെ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ സൊസൈറ്റിയിൽ ഏതൊക്കെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് കാസ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ, കാസ്റ്റിൽ നമ്മൾ ഏതൊരു കാസ്റ്റിൽ പെടുന്നു, ആ ഒരു ഹയറാർക്കിയിൽ ഏത് സ്ഥാനത്ത് നമ്മൾ പെടുന്നു. നമ്മളിപ്പോൾ ബ്രാഹ്മൺസ് ആണെങ്കിൽ നമ്മൾ ഹയർ കാസ്റ്റിൽ വരും. അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള കാസ്റ്റിലുള്ള ആളുകളാണെങ്കിൽ, ദളിത് വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ലോവർ ആയിട്ടുള്ള ക്ലാസ്സിൽ വരും. ആ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നമ്മുടെ
അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സണിനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് പറയുന്നത്. ഓർഗനൈസേഷൻ എന്നുകൊണ്ട് പറയുന്നത് എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ദിയർ ആക്ടിവിറ്റീസ്, അവരുടെ ആക്ടിവിറ്റീസിന്റെ ബേസിസിൽ അവർ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ആക്ഷൻസിന്റെ ബേസിസിൽ നമ്മളെ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാക്കി മാറ്റുന്നു. ആ ഒരു രീതിയിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് റാറ്റ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു ഫുട്ബോൾ ടീം അങ്ങനെയുള്ളൊക്കെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. മ്യൂസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, അതുപോലെ എന്താണ് ഈ ഒരു കാസ്റ്റിന്റെ ബേസിസിൽ നിന്ന് തന്നെ പറയുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഓരോ കാസ്റ്റിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത്, അതിന്റെ ബേസിസിലുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സൺസ് ആണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ദിയർ ആക്ടിവിറ്റീസ് ആണ്. അവരുടെ ആക്ടിവിറ്റിയുടെ ബേസിസിലുള്ള അറേഞ്ച്മെന്റ്സിനെയാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ പറയുന്നത്. ആ രീതിയിൽ നമ്മൾ എന്താണ് ഡിസ്റ്റിങ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനെ എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ചോദിക്കുന്ന സമയത്ത് റാറ്റ്ക്ലിഫ് ബ്രൗണിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെ സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്തത്, സോഷ്യൽ റിയാലിറ്റിയെ എന്താണ് ഒബ്സർവബിൾ റിയാലിറ്റി ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ആൻസർ ചെയ്യാൻ. അതുപോലെ എന്താണ്, നമ്മുടെ സൊസൈറ്റി എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെന്താണ്, സൊസൈറ്റിക്ക് മാറ്റമില്ല, സൊസൈറ്റിയിലുള്ള ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഒരു വ്യക്തിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച് മരിക്കുന്നത് വരെയാണ്. അപ്പോൾ ആ രീതിയിൽ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ജനിച്ച് മരണപ്പെട്ടു പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ സോഷ്യൽ നോംസും സ്ട്രക്ചറും ഒക്കെ എന്താണ്, അത് സിസ്റ്റമാറ്റിക് ആണ്. അതെന്താണ്, ആ ഒരു സ്ട്രക്ചർ എപ്പോഴും കൺസിസ്റ്റ് ചെയ്യുന്നതാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിനെന്താണ്, അതിന് മാറ്റം വരുന്നില്ല. നമ്മുടെ സൊസൈറ്റിയിലെ നോംസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ മാറുന്നില്ല. ആളുകളെയാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് വെച്ച് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. നമ്മുടെ സൊസൈറ്റിയിലെ ആ ഒരു സൊസൈറ്റി നിലനിൽക്കുന്നത് എന്തിലൂടെയാണ്? അതിന്റെ പാർട്സിന്റെ ഇന്റഗ്രേഷനിലൂടെയും അതിന്റെ ഫങ്ഷൻസിലൂടെയൊക്കെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് അക്കോർഡിംഗ് ടു GH മീഡ്. നമ്മുടെ GH മീഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്താ പറയുന്നത്? സിംബോളിക് ഇന്ററാക്ഷനിസം പെർസ്പെക്റ്റീവിൽ വരുന്ന ആ ഒരു സ്കൂളിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു ഹെർബർട്ട് മീഡിന്റെ ഈ ഒരു കോൺസെപ്റ്റ്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജിന് എന്താണ് റോള് നമ്മുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്നാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ തിയറി മൊത്തത്തിൽ എഴുതുക. എന്നിട്ട് എന്താണ്, നമ്മൾ ആ ഒരു ലാംഗ്വേജ് എന്നുള്ള ആ ഒരു ടേമുമായിട്ട് കണക്ട് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരിക. ആ ഒരു അതിന്റെ ബോഡി പാർട്ടിലും അതിന്റെ കൺക്ലൂഡിങ് പാർട്ടിലും ഒക്കെ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ സെൽഫ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആവുന്നത്. ഇതിൽ ലാംഗ്വേജ് എന്താണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് സിമ്പിൾസിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു GH മീഡ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സിമ്പിൾസ് ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ലാംഗ്വേജ് എന്നാണ് ഇവിടെ GH മീഡ് പറയുന്നത്. സിഗ്നിഫിക്കന്റ് സിമ്പിൾസ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഒരു സെൻഡർ വേണം, ഒരു റിസീവർ വേണം.
നമ്മൾ സെൻറ്റർ പറയുന്ന കാര്യങ്ങൾ റിസീവറിന് മനസ്സിലാകണമെങ്കിൽ എന്താണ്, ആ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ആ ഒരു കോമൺ ആയിട്ട് അവർ പറയുന്ന ലാംഗ്വേജ് അവർക്ക് രണ്ടുപേർക്കും അറിയണം. അതിൻ്റെ കോമൺ ആയിട്ടുള്ള മീനിങ്, സിമ്പിൾസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കോമൺ ആയിട്ട് എന്ത് മീനിങ് ആണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഈ ഒരു സെൻറ്ററിന് ഒരുപോലെ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ റിസീവറിനും അറിഞ്ഞിരിക്കണം. ആ രീതിയിലുള്ള രണ്ടുപേർക്കും അറിയുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾസിനെയാണ്, ആ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾസ് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ സെറ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, റിഫ്ലക്സിവിറ്റി എന്നുള്ളൊരു ടേം ഇവിടെ GH മീഡ് പറയുന്നുണ്ട്. നമ്മൾ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കിക്കാണാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. നമ്മൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ എങ്ങനെ ചിന്തിക്കും, മറ്റൊരാൾ ഞാൻ ഒരു പ്രവൃത്തി ചെയ്താൽ എങ്ങനെ ചിന്തിക്കും എന്നുള്ള തോട്ടായിരിക്കും ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നമുക്കറിയാം നമ്മുടെ സെൽഫിന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് സെൽഫുകൾ ഉണ്ടായിരിക്കും, ഐ ആൻഡ് മീ. അങ്ങനെയുള്ള രണ്ട് ടേംസ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ GH മീഡ് നമ്മുടെ ആ ഒരു സെൽഫിനെ പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൊസൈറ്റിക്ക് മുമ്പിലല്ലാതെ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ എന്താണ് ഒരുങ്ങിയൊന്നും ആയിരിക്കില്ല നടക്കുക. അതുപോലെ എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് അത്രത്തോളം നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല പറയുക, നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മുടെ അപ്പിയറൻസ് എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, നമ്മൾ നന്നായിട്ട് ഒരുങ്ങി ഒന്നും ആയിരിക്കില്ല നിൽക്കുക. അതുപോലെ എന്താണ്, നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒന്നും നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നില്ല. നമ്മളപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു എന്താണ് അവരോട് ഷൗട്ട് ചെയ്യും, വീടുകളിലാണെങ്കിൽ. അപ്പം നമ്മളെന്താണ് നമ്മുടെ പേഴ്സണൽ സ്പേസിനെയാണ് ഐ എന്നത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മീ എന്നത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ ആ ഒരു ഫേസിനെയാണ്. നമ്മളൊരു സോഷ്യൽ എക്സ്പെക്ടേഷൻസിനനുസരിച്ച്, സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് ലാംഗ്വേജസിനനുസരിച്ചിട്ട്, റൂൾസ് ആൻഡ് നോംസിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ബിഹേവ് ചെയ്യുകയാണ്. അവരെന്താണ് സൊസൈറ്റി സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക, മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഒരു പബ്ലിക് പ്ലേസിൽ നമ്മുടെ അമ്മയൊക്കെ വഴക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യുകയൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ സൊസൈറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ നമ്മുടെ സെൽഫിനെ മോഡിഫൈ ചെയ്യുന്നത്. അതിനെയാണ് ഇവിടെ മീ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതുപോലെ എന്താണ് ഇതിൻ്റെ ഒക്കെ ഈ ഒരു സെൽഫ് ഡെവലപ്പ് ആവുന്നതിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് ലാംഗ്വേജിനെ നമ്മൾ കൊണ്ടുവരണം. ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ഈ ഒരു സെൽഫ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സോഷ്യലൈസേഷൻ്റെ ഭാഗം തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ബിഹേവ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ലാംഗ്വേജിലൂടെയാണ്. അതുപോലെ എന്താണ് റോൾ ടേക്കിംഗ്, നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് വാക്ക് പറയുന്നു, അതിനെ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ നമ്മളൊക്കെ എന്താണ് ഒരുപാട് ഇമിറ്റേഷൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഡോക്ടറായിട്ട് കളിക്കുക, അതുപോലെ എന്താണ് അച്ഛനോ അമ്മയോ ആയിട്ട് ബിഹേവ് ചെയ്യുക, കുട്ടിയെ നോക്കുന്നതും കുളിപ്പിക്കുന്നതുമായിട്ടൊക്കെ നമ്മൾ റോൾ ടേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് പ്ലേ ആയിട്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ഇതൊക്കെ എന്താണ് ലാംഗ്വേജുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഒരു ലാംഗ്വേജ് പഠിക്കുന്നതും നമ്മൾ ഈ ഒരു റോൾ ടേക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അച്ഛൻ അമ്മ എന്തെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ അതൊക്കെ എന്താണ് ഈ ഒരു നമ്മൾ ആദ്യം പഠിക്കുന്നത് അമ്മ എന്നുള്ള വാക്കായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള വാക്കായിരിക്കും വിളിക്കുന്നത്. ഇതൊക്കെ എന്താ ലാംഗ്വേജുമായിട്ട് കണക്റ്റഡ് ആണ്. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാത്തിലും എന്താണ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സാമിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. What is dramaturgy? Explain its role in everyday life. ഡ്രാമറ്റോളജി എന്താണെന്നും അതിൻ്റെ
റോളുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. നമുക്കറിയാം ഡ്രാമറ്റോളജി എന്ന് പറയുന്നത് ഇർവിങ് ഗോഫ്മാന്റെ കോൺസെപ്റ്റ് ആണ്. അദ്ദേഹം എന്താണ്, സൊസൈറ്റിയെ ഒരു സ്റ്റേജ് ആയാണ് കാണുന്നത്. അതുപോലെ ആളുകളെ എന്താണ്, അവിടെ ജീവിക്കുന്ന വ്യക്തികളെ അദ്ദേഹം ആക്ടേഴ്സ് ആയാണ് കാണുന്നത്. നമ്മൾ ആർക്ക് മുമ്പിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് എന്താണ്, നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവും. നമ്മൾ ഈ ഒരു ഐ ആൻഡ് മീയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അതിനെ ആണ് നമ്മളിവിടെ ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിൽ എന്താണ്, നമ്മൾ നല്ല ഡ്രസ്സിങ് ആയിരിക്കും, നമ്മുടെ ആക്സെന്റ് കറക്റ്റ് ആയിരിക്കും, നമ്മുടെ അതുപോലെ തന്നെ അപ്പിയറൻസ് വൈസ് നല്ല രീതിയിലുള്ളതായിരിക്കും, പറയുന്ന കാര്യങ്ങൾ എന്താണ് സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചുള്ളതായിരിക്കും. ഇപ്പൊ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു സോഷ്യൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ എന്താണ്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുക. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇംപ്രഷൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ എന്താണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സൊസൈറ്റിയിലുള്ള ആളുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ സൊസൈറ്റിയുടെ മുമ്പിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു രീതിയായിട്ടാണ് ഇവിടെ ഇർവിങ് ഗോഫ്മാൻ പറയുന്നത്. ഇതിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഫ്രണ്ട് സ്റ്റേജ്, 2 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്, ഫ്രണ്ട് സ്റ്റേജും ബാക്ക് സ്റ്റേജും. ഫ്രണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇപ്പൊ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ, ഇപ്പൊ സിനിമ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ മോഹൻലാലിന്റെ ഒരു ദൃശ്യം മൂവി, അതിലെന്താണ്, ദൃശ്യം മൂവിയിൽ മോഹൻലാൽ ആക്ട് ചെയ്യാണ്, ആ ഒരു ക്യാരക്ടറായിട്ട് ആക്ട് ചെയ്യാണ്. അതെന്താണ്, അതിന് ഫ്രണ്ട് സ്റ്റേജ് ആണ്. പക്ഷെ എന്താണ്, റിയൽ ലൈഫിൽ മോഹൻലാൽ അങ്ങനെയാണോ? അല്ല. അത് മോഹൻലാൽ എന്ന വ്യക്തി ആ ഒരു രീതിയിലുള്ള വ്യക്തിയല്ല, ആ ഒരു ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയല്ല. അതാണ് അതിന്റെ ബാക്ക് സ്റ്റേജ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട് സ്റ്റേജും ബാക്ക് സ്റ്റേജും ഉണ്ടായിരിക്കും. നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിൽ നമുക്കൊരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് എന്താണ്, നമ്മൾ എന്താ, ആ ഒരു ഫ്രണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞ, ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. നമ്മളിപ്പോൾ മോഹൻലാലൊക്കെ ഒരു സിനിമയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ, ആ ഒരു റോളും സീനും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടായിരിക്കും അതിലേക്ക് ഫ്രണ്ട് സ്റ്റേജിലേക്ക് വരിക. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നടക്കുന്ന സ്റ്റേജാണ് ബാക്ക് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു മ്യൂസിക്കൽ ഷോയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഡാൻസ് പെർഫോമൻസിന് പോവുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് സ്റ്റേജിൽ എന്താണ്, നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ബാക്ക് സ്റ്റേജ്. അത് മറ്റുള്ളവരെന്താ കാണുന്നില്ല. ഫ്രണ്ട് സ്റ്റേജിൽ എന്താണ്, ഫ്രണ്ട് സ്റ്റേജിൽ വരുന്ന സമയത്ത് അതിൽ ബാക്കിയുള്ളവരെല്ലാവരും കാണും. നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ വിലയിരുത്തപ്പെടുക. ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇർവിങ് ഗോഫ്മാൻ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ പ്രോപ്സിനെ കുറിച്ചിട്ട് ഇവിടെ ഇർവിങ് ഗോഫ്മാൻ പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ആ ഒരു ജോബുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ റോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിനാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് സെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത് നമുക്കിതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ആ ഒരു സെതസ്കോപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, അതൊരു ഡോക്ടറാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിലെ പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആക്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് നേടിയിട്ട് ഒരു അംഗീകാരം കിട്ടുകയാണ് ഒരു കുട്ടിക്ക്. അതെന്താണ്, ഒരു സ്റ്റേജിൽ ഒരു ട്രോഫി അല്ലെങ്കിൽ ആ ഒരു പഠിച്ചതിനുള്ള ഒരു അംഗീകാരം കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫ്രണ്ട് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. അതിന്റെ ബാക്ക് സ്റ്റേജിൽ എന്താണ്, ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ എന്താണ്, ബാക്ക് സ്റ്റേജിലാണ് വരുന്നത്. ഈ ബാക്ക് സ്റ്റേജ് എന്താണ്, നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാത്ത, നമ്മൾ മാത്രമുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതാണ് ബാക്ക് സ്റ്റേജ് എങ്കിൽ. ഫ്രണ്ട് സ്റ്റേജ് എന്താ, ഫ്രണ്ട് സ്റ്റേജ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ ഫ്രണ്ട് സ്റ്റേജിൽ പറയുക. ആ രീതിയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. 4th ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാസ് കൾച്ചർ ആൻഡ് പോപ്പുലർ കൾച്ചർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. മാസ് കൾച്ചറിനെയും പോപ്പുലർ കൾച്ചറിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്.
പണ്ട് കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ 19th സെഞ്ചുറിയിലൊക്കെ ഹൈ കൾച്ചർ ലോ കൾച്ചർ എന്ന രണ്ട് രീതിയിലായിരുന്നു വേർതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഫോക്ക് കൾച്ചറിനെ എന്താണ് ലോ കൾച്ചർ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിലുള്ള ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു പണ്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും മാസ് മീഡിയയുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് വന്നതോട് കൂടിയിട്ട് ഈ ഒരു ഡിഫറൻസും ഈ ഒരു ടേം ഒക്കെ റീപ്ലേസ്ഡ് ആയി. മാസ് കൾച്ചറും പോപ്പുലർ കൾച്ചറുമായിട്ട് ഈ ഒരു ഹൈ കൾച്ചറും ലോ കൾച്ചറും മാറി എന്നാണ് ഇവിടെ പറയുന്നത്. മാസ് കൾച്ചറിന്റെ ഭാഗമായിട്ട് എന്താണ് അത്? മാസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാസ് മീഡിയയിലൂടെയൊക്കെ കാണുന്ന ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഒരു കൺസ്യൂമറിസം വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കൾച്ചറിനെയാണ് മാസ് കൾച്ചർ എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ട ആശയങ്ങളായിരിക്കും അതിൽ ഉപയോഗിക്കുക. വീണ്ടും വീണ്ടും എന്താണ് റിപ്പീറ്റഡ്ലി നമ്മൾ ഒരു ആശയം തന്നെ യൂസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും മാസ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുക. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. സൊസൈറ്റിയിൽ ഇപ്പൊ എന്താ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവികൾക്കൊക്കെ എന്താണ് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. സൊസൈറ്റിയിൽ അത് സക്സസ് ആവുന്നുണ്ട്. ഒരുപാട് അതിന്റെ സക്സസ് റേറ്റ് കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തിക്കൊണ്ട് അതേ രീതിയിലുള്ള റൊമാൻറ്റിക് മൂവീസ് പിന്നെയും പിന്നെയും എന്താണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പൊ ആ രീതിയിൽ എന്താണ് സൊസൈറ്റിയിൽ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന തീമിൽ ഒരു മൂവി ഇറക്കിയാൽ അതെന്താണ് സക്സസ് ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ആ ഒരു രീതിയിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഫിലിം ഇറക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആയിട്ട് വരുന്നതായിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ദൃശ്യം 1 ഇറങ്ങി, ഫസ്റ്റ് ദൃശ്യം 1 ഇറങ്ങി, അത് സക്സസ് ആയെന്ന് കണ്ടപ്പോൾ ആ രീതിയിൽ ഒരു ക്രൈം ത്രില്ലർ സക്സസ് ആവുന്നെന്ന് കണ്ടപ്പോൾ എന്താണ് അതേ തീമിന് എന്താണ് 2 ഇറങ്ങി, ഇപ്പൊ ദ 3യും ഇറങ്ങി. അപ്പൊ ആ രീതിയിൽ എന്താണ് നമ്മുടെ സൊസൈറ്റി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ട് അതേ തീമിൽ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ കൊണ്ടുവന്നുകൊണ്ട് സെയിം ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് നമ്മളെ സൊസൈറ്റിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ നമ്മുടെ ആ ഒരു രീതിയിലുള്ള കൺസ്യൂമറിസം പാറ്റേൺ എന്തായിട്ട് മാറി? സ്റ്റാൻഡർഡൈസ്ഡ് ആയി മാറി. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളായി മാറി. ഒരുപോലെ ചിന്തിക്കുന്ന ഒരുപോലെ കാണുന്ന ആശയങ്ങളുമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ മുന്നോട്ട് വെക്കുന്നത്. അതെന്താ കൂടുതൽ ലാഭം കിട്ടും, സക്സസ് ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ രീതിയിലുള്ള കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഈ ഒരു മാസ് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ മാസ് കൾച്ചറിന്റെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ രൂപപ്പെടുന്ന സംസ്കാരമാണ് നമ്മുടെ പോപ്പുലർ കൾച്ചർ. നമ്മളെ ഈ ഒരു മാസ് കൾച്ചറിന്റെ കാര്യങ്ങൾ ജനങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു കൾച്ചറാണ് പോപ്പുലർ കൾച്ചർ. നമുക്കറിയാം ഈ ഒരു മാസ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ മൂവിയുടെ ബേസിസിലായാലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ എന്താണ് ജനങ്ങൾ കാണുമ്പോൾ മാത്രമാണ് ആ ഒരു മൂവി സക്സസ് ആവുന്നത്. ആ ഒരു ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻസും അതിലുണ്ട്. ആ രീതിയിൽ ജനങ്ങൾ കാണുന്ന സമയത്ത് ആണ് നമ്മുടെ ഈ ഒരു മാസ് കൾച്ചർ എന്താവുന്നത് പോപ്പുലറൈസ്ഡ് ആവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു മാസ് കൾച്ചറിന്റെ ഭാഗമായിട്ട് എന്താണ് കൺസംഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ജനങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു റൊമാൻറ്റിക് മൂവി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള തീം സക്സസ് ആയത് വീണ്ടും വീണ്ടും നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്പോട്ടിഫൈ ആപ്പ് എടുക്കുകയാണ്. നമ്മുടെ പോപ്പുലർ കൾച്ചറിലൂടെ നമ്മൾ എന്താണ് ഒരു സോങ് നമ്മൾ ഹിറ്റ് ആക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു സോങ് ഹിറ്റ് ആവണമെങ്കിൽ എന്താണ് ആളുകൾ ഒരുപാട് കേൾക്കണം, ആളുകൾ കേൾക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടായിട്ട് അത് മാറണം. നമുക്കറിയാം നമ്മുടെ മലയാളം മൂവിയിൽ തന്നെ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് ഒരുപാട് എന്തായിട്ടുണ്ട് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനെന്താണ് സ്പോട്ടിഫൈ ആപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഹിറ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ടിനെയാണ് നമ്മൾ സ്പോട്ടിഫൈയിലൂടെ മാസ്സായിട്ടുള്ള ഒരു കൾച്ചറാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ ലോകം മൊത്തത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മൾ എന്താ സ്പോട്ടിഫൈയിലൊക്കെ ഇടുന്നു. അതിനൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കൺസംഷന് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ എന്താണ് നമ്മൾ ഒരേ തീമിലുള്ള സോങ്ങുകൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്നുള്ള മൂവിയിലുള്ള ഒരു സോങ് ഉണ്ട് ടോവിനോടെ. ആ ഒരു സോങ്ങും അതുപോലെ തന്നെ എന്താണ്
ARMലെ പൂവേ പൂവേ താഴം പൂവേ ആ ഒരു സോങ്ങും, അതുപോലെ ഈ ഒരു പള്ളിച്ചട്ടമ്പിയിൽ എന്താണ് ഒരു സോങ് ഉണ്ട്, ഏതാണ്? പള്ളിച്ചട്ടമ്പിയിലുള്ള ഒരു സോങ് ആണ് കാട്ടു ചെമ്പകം പൂത്തോട്ടെ എന്നുള്ള ഒരു സോങ്. ആ ഒരു സോങ് എന്താണ്? ഏകദേശം ഈ ഒരു ARMലെ സോങ്ങുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളും കാര്യങ്ങളും ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്നതാണ്. അതുപോലെ ആ ഒരു പാട്ടിന്റെ ആ ഒരു ഒഴുക്കും എല്ലാം എന്താണ് സിമിലർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ എന്താണ് ആ ഒരു ARM മൂവിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു, സൊസൈറ്റി എന്താണ് അത്തരത്തിലുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ ഒരു ട്രെൻഡ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പാട്ടിലും കടന്നു വരുന്നത്. ആ രീതിയിൽ എന്താണ് സൊസൈറ്റിയിലുള്ള ആളുകൾ എന്ത് ആക്സെപ്റ്റ് ചെയ്യുന്നോ ആ രീതിയിലേക്ക് മാറുകയാണ് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതാണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോം ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് ജനങ്ങൾ സ്വീകരിക്കുന്ന കൾച്ചറിനെയാണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. ലാഭം മാത്രമാണ് നമ്മുടെ മാസ് കൾച്ചറിന്റെ ലക്ഷ്യം, കൺസ്യൂമറിസം ആണ്. ആ രീതിയിൽ വൻതോതിൽ നിർമ്മിക്കപ്പെടുന്നതാണ് നമ്മുടെ മാസ് കൾച്ചർ. ഒരു മാസ് മീഡിയയിലൂടെയും അഡ്വർടൈസ്മെന്റിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളുടെയൊക്കെ എല്ലാവരിലേക്കും എത്തുന്ന കൾച്ചർ ആണ് മാസ് കൾച്ചർ. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. 5th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കൾച്ചർ ആസ് എ കൊമോഡിറ്റി? കൾച്ചറിനെ ഒരു കൊമോഡിറ്റി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻ മോഡേൺ സോഷ്യോളജി ദ ഐഡിയ ഓഫ് കൾച്ചർ ആസ് എ കൊമോഡിറ്റി റെഫേഴ്സ് ടു ദ transmission of cultural expression like music, arts and film into products are bought and sold in the market for profit. നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മ്യൂസിക്കും അതുപോലെ തന്നെ ആർട്ടും ഫിലിമും ഒക്കെ എന്താണ് ലാഭത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന രീതിയിൽ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ കൾച്ചർ ആസ് എ കൊമോഡിറ്റി. ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതെന്താണ് അഡോണോയുടെയും ഹൊക്കൈമറുടെയും കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഈ ഒരു കൾച്ചർ ആസ് എ കൊമോഡിറ്റി എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് എന്താണ്, കൾച്ചറൽ ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ്. അതിലേക്ക് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അതാണ് മിസ് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യനിൽ ഒന്നും എന്താണ് ഒന്നെങ്കിൽ തിങ്കറിനെ തരും, അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റിനെ തരും, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കീ വേർഡ്സ് ആയിരിക്കും തരിക. അപ്പൊ നമ്മൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇന്ന കാര്യമാണെന്ന് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. തിയാഡോ അഡോണയും മാക്സ് ഹൊക്കൈമറും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രി. ഫാക്ടറിയിൽ നമ്മളൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് പോലെ എങ്ങനെയാണ് നമ്മളൊരു കൾച്ചർ സൊസൈറ്റിയിൽ നിർമ്മിക്കുന്നത് എന്നാണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കൾച്ചറിനെ മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ സിനിമയിൽ നമുക്കറിയാം നായകൻ, വില്ലൻ, അതുപോലെ എന്താണ് നായിക, ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്, ആ ഒരു തീമായിരിക്കും കൂടുതലായിട്ടും കാണുക. അതെന്താണ് ജനങ്ങൾ കൂടുതലായിട്ടും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരു ഹാപ്പി എൻഡിങ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ഫിലിം എന്താണ് സക്സസ് ആവാനുള്ള റേറ്റ് കൂടുതൽ, ഒരു സാധ്യത കൂടുതലാണ്. ആ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ എന്താണ് ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ഒരുപാട് ചോയ്സസും കാര്യങ്ങളുണ്ട്. ഈ ഒരു ചെറിയ തീം ഡിഫറൻസിൽ ചെറിയ എന്തെങ്കിലും ഡിഫറൻസസ് ഫിലിമിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് എന്താണ് നമുക്ക് ചൂസ് ചെയ്യാൻ അവസരമുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് ആണ് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പൊ എന്താ വരുന്നത്, നമുക്ക് ജനങ്ങൾ വിചാരിക്കും ഞങ്ങളാണ് ചൂസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അവരെന്താ ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു മൂവി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആവട്ടെ,
പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അരിപ്പൊടിയുടെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്കറിയാം. അജ്മി പോലെയുള്ള ബ്രാൻഡ് ഉണ്ട്, അതുപോലെ എന്താണ് ഒരുപാട് മറ്റു പല ബ്രാൻഡുകളുണ്ട്. അപ്പം എന്താ നമ്മൾ ചൂസ് ചെയ്തായിരിക്കും, നമ്മൾ ഒരു ടി വിയിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സിലൂടെയൊക്കെ നമ്മുടെ ഇടയിലേക്ക് പോപ്പുലർ ആക്കിയ ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ മേടിക്കുക. അപ്പോൾ ആ ഒരു അജ്മീരെ ആണെങ്കിൽ ആഡൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അജ്മീയുടെ പുട്ടുപൊടി ആയിരിക്കും നമ്മൾ മേടിക്കുക പുട്ടുപൊടി വാങ്ങാൻ പോകുന്ന സമയത്ത്. ശരിക്കും എന്താണ്, എല്ലാത്തിലുള്ളത് പുട്ടുപൊടി തന്നെയാണ്, അരിപ്പൊടി തന്നെയാണ് ബേസിക് ആയിട്ടുള്ളത്. എന്നാലും നമ്മൾ എന്താണ്, നമ്മൾ ചൂസ് ചെയ്യുക ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് ഇവിടെ മെയിൻ തീമായിട്ട് വരുന്നത്. പേഴ്സ്യൂഡോ ഇൻഡിവിജ്വലിസം എന്നാണ് നമ്മൾ ഒരു ചെറിയ ഡിഫറൻസ് വരുത്തിക്കൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിനെ എന്താണ് വിൽക്കുന്ന രീതിയെ നമ്മൾ പറയുന്നത്. ആ ഒരു ടേം വെച്ചിട്ടാണ് നമ്മുടെ അഡോണോയും ഹൊക്കെമറും അതിനെ പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ്, ഒരു ഫോൾസ് നീഡ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ എന്താണ്, ഒരുപാട് കൺസ്യൂം ചെയ്താലേ, ഒരുപാട് കാര്യങ്ങൾ മേടിച്ചു കൂട്ടിയാലേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പൊ പണ്ട് കാലത്ത് എന്താണ്, അമ്മിക്കല്ലിലൊക്കെ അരച്ചുകൊണ്ട് എന്താണ് കറിക്കൊക്കെ അരയ്ക്കുന്നതൊക്കെ അമ്മിക്കല്ല് യൂസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നെന്താണ്, ഇന്നത്തെ കാലത്ത് മിക്സർ ഗ്രൈൻഡർ ഇല്ലാത്ത വീടുകളില്ല. ആ രീതിയിലേക്ക് ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. ആ രീതിയിലേക്ക് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും വന്ന് നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ്, ഇന്ന് വാഷിംഗ് മെഷീനും അതുപോലെ എന്താണ് മിക്സർ ഗ്രൈൻഡേഴ്സും റെഫ്രിജറേറ്റേഴ്സും ഒന്നുമില്ലാത്ത വീട് നമുക്ക് എന്താണ് കാണാൻ സാധിക്കില്ല. ആ രീതിയിലേക്ക് അത് ഡെവലപ്പായി കഴിഞ്ഞു. അത്തരത്തിലൊരു കൺസംപ്ഷൻ മൈൻഡാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ് എല്ലാത്തിനെയും. ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതിനാണ് സൊസൈറ്റിയിൽ അവർക്കാണ് നല്ല ഹയർ ആയിട്ടുള്ള സ്റ്റാറ്റസ് വരിക എന്നുള്ള തോട്ട് ഇതിലൂടെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട്. ആ രീതിയിൽ നമ്മുടെ കൾച്ചറിനെ എന്താണ്, ഒരു ഇൻഡസ്ട്രിയിലെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. Discuss Levi-Strauss concept of social structure as a model. ലെവി-സ്ട്രോസിന്റെ സോഷ്യൽ സ്ട്രക്ചർ ആസ് എ മോഡൽ എന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. ലെവി-സ്ട്രോസ് എന്താ മെയിൻ ആയിട്ട് പറയുന്നത്, നമുക്ക് സോഷ്യൽ സ്ട്രക്ചറിനെ എന്താണ്, നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതെന്താണ്, അത് ജസ്റ്റ് ഒരു മോഡലാണ് എന്നാണ് ലെവി-സ്ട്രോസ് പറയുന്നത്. നമ്മുടെ അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡിന്റെ പ്രതിഫലനമാണ് നമ്മുടെ കൾച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും എന്താണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് ഓരോ ടൈമിൽ ഓരോ രീതിയിലായിരിക്കും ചിന്തിക്കുക. ആ രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ എന്താണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇതുമായിട്ട് കണക്ട് ആവുന്നത്. ആ രീതിയിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഹ്യൂമൻ മൈൻഡിന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്താണ്, ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു റിസർച്ചർ ആണ് അതിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അതിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നാണ് ലെവി-സ്ട്രോസ് പറയുന്നത്. സോഷ്യൽ റിലേഷൻസിലൂടെയാണ് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ലെവി-സ്ട്രോസ് മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം എന്താ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് ഇമ്പോർട്ടൻസ് നൽകിയത്. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് ഹ്യൂമൻ ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള മൈൻഡിനെ കുറിച്ചുള്ള സ്റ്റഡീസ് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സാവേജ് സ്റ്റേജിലുള്ളതും അതുപോലെ തന്നെ എന്താണ് മോഡേൺ സൊസൈറ്റിയിലുള്ള ഹ്യൂമൻ മൈൻഡ്സിനെ കുറിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതെന്താണ്, ഇത് രണ്ടും സിമിലർ ആയാണ് കാണുന്നത്, സിമിലർ തോട്ട്സ് ആണ് വരുന്നത് എന്ന രീതിയിലുള്ള ഒരു സ്റ്റഡിയാണ് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ബൈനറി ഓപ്പോസിറ്റ്സ് കൊണ്ടാണ്, നമ്മുടെ സെറ്റ് ഓഫ് ബൈനറി ഓപ്പോസിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോട്ട് കൂള്. അപ്പൊ നമുക്കറിയാം ചൂടും തണുപ്പും എന്താണ് ബൈനറി ഓപ്പോസിറ്റ്സ് ആണ്. ആ രീതിയിൽ ലൈറ്റ് ഡാർക്ക് ഇതെന്താ ബൈനറി ഓപ്പോസിറ്റ്സ് ആണ്. ആ രീതിയിലുള്ള ബൈനറി ഓപ്പോസിറ്റ്സ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ തോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്.
സ്ട്രക്ചർ എന്താണ്? ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ്, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. റിസർച്ചറിനാണ് അത് കണ്ടെത്താൻ സാധിക്കുക. കൾച്ചർ എന്താണ്? ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ മീനിങ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് കൾച്ചറിനെ ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ എന്താ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് നമ്മുടെ മീനിങ് എന്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. എക്സ്ചേഞ്ചിലൂടെ പരസ്പരം കണക്റ്റഡ് ആവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഈ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ പരസ്പരം കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മിത്ത് ഒക്കെ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ കൾച്ചറിന് ഒരു സ്റ്റോറിയും റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫോക്ക് ലോറും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ കൾച്ചർ. നമുക്കറിയാം മിത്തിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടായിരിക്കും ഒരു സൊസൈറ്റിക്ക്. അതെന്താ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ രീതിയിൽ എന്താണ് ഒരു ഫോക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോഷ്യൽ സ്ട്രക്ചറിനെ മനസ്സിലാക്കാനുള്ള ഒരു റോ മെറ്റീരിയൽ ആയിട്ടാണ് ഒരു ഒബ്സർവർ റിലേഷൻഷിപ്പിനെ ഇവിടെ കാണുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? അപ്പോൾ നമ്മുടെ ഒബ്സർവബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സിലൂടെ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു എന്നതിലൂടെയാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇന്റർ കണക്റ്റഡ് പാർട്ടിലൂടെയാണ് നമ്മളൊരു ചേഞ്ചിലേക്ക് വരുന്നത്. ഒരു പാർട്ടിലെ ചേഞ്ച് എന്താണ്? നമ്മുടെ എല്ലാ പാർട്ടിനെയും ബാധിക്കും. നമ്മുടെ സൊസൈറ്റിക്ക് നമുക്കറിയാം ഒരുപാട് പാർട്സ് കണക്റ്റഡ് ആയിട്ടാണ് സൊസൈറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു പാർട്ടിന്റെ ഫോൾട്ട് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് നശിച്ചു പോയാൽ എന്താണ് മറ്റുള്ള എല്ലാത്തിനെയും ബാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് മോഡൽസ് ഇവിടെ ലെവിസ്ട്രോസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കോൺഷ്യസ് വേഴ്സസ് അൺകോൺഷ്യസ് മോഡലും മെക്കാനിക്കൽ വേഴ്സസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുമാണ് പറയുന്നത്. കോൺഷ്യസ് മോഡൽ എന്താണ് പറയുന്നത്? സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു സ്ട്രക്ചർ എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അൺകോൺഷ്യസ് മോഡൽ എന്താ പറയുന്നത്? ഡീപ്പർ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മെമ്പേഴ്സിന് എന്താണ് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല, റിസർച്ചർ വേണം അത് പുറത്തു കൊണ്ടുവരാൻ എന്ന രീതിയാണ് ഇതിൽ പറയുന്നത്. മെക്കാനിക്കൽ മോഡൽ എന്താണ്? സെയിം സോഷ്യൽ ഫിനോമിനയാണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്ന രീതിയിൽ പറയുന്നതാണ്. അതുപോലെ എന്താണ്? റൂൾസും സോഷ്യൽ ഗ്രൂപ്പും തമ്മിൽ എന്താ സിമിലർ ആവുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഐഡിയൽ ബിഹേവിയേഴ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് നമ്മൾ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു ഐഡിയൽ ബിഹേവിയർ ഈ ഒരു മെക്കാനിക്കൽ മോഡലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ എന്താ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള കേസുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിൽ എന്താണ്? ഡിഫറെന്റ് സ്കെയിലിനെ ആണ് ഇവിടെ ഫിനോമിനാസ് ആയിട്ട് കാണിക്കുന്നത്. ഡിഫറെന്റ് സ്കെയിൽ ആയിരിക്കും ഈ ഒരു ഫിനോമിന ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. അതുപോലെ എന്താണ്? സോഷ്യൽ റൂൾസിൽ നിന്നും ആളുകൾ എങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ എന്താണ്? ആക്ച്വൽ ബിഹേവിയർ ആയിരിക്കും ഇതിൽ കാണിക്കുക. നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിൽ അല്ലാതെ നമ്മൾ ഒറിജിനൽ ആയിട്ട് പേഴ്സണൽ ടൈമിൽ നമ്മൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുക. അതുപോലെ എന്താണ്? ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ ഈ ലെവിസ്ട്രോസിന്റെ കോൺസെപ്റ്റ് എന്താണ്? കുറച്ച് എന്താണ് ടഫ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമ്മളൊന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുള്ളൂ. ഈ രീതിയിലുള്ള ടേമും കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു മോഡലിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് എന്താ ക്ലിയർ ആയിട്ട് ഈ ഒരു എക്സാമിന് ഇത് എഴുതാൻ സാധിക്കും. അതിന് ആ ഒരു ലെവിസ്ട്രോസിന്റെ തിയറിക്ക് ഒരുപാട് ക്രിറ്റിസിസംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെന്താണ്? തിയറിസ്റ്റുകൾക്ക് വരെ ക്ലിയർ അല്ലാത്ത രീതിയിലുള്ള തിയറിയാണ് ഈ ഒരു ലെവിസ്ട്രോസിന്റെ തിയറിയൊക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് മിസ്സിന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ഒരു ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, പോയിന്റ്സും കാര്യങ്ങളും എന്താ എഴുതി വെച്ചിട്ട് വേണം ആ ഒരു ടേമും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു തിയറിയെ അറ്റൻഡ് ചെയ്യാൻ. ഇതൊരു കുറച്ച് ടഫായിട്ടുള്ള തിയറിയാണ്. ബാക്കിയുള്ളതൊക്കെ അത്രത്തോളം ടഫല്ല, വലിയ സീനില്ലാത്ത തിയറിയാണ്. മിസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. What do you understand by critical theory? Discuss the contributions made by some of the critical theorists. ക്രിട്ടിക്കൽ തിയറി എന്താണ് എന്നുള്ളതാണ് പറയുന്നത്.
നമ്മുടെ ഒരു ബ്ലോക്ക് തന്നെ നമുക്കറിയാം ക്രിട്ടിക്കൽ തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ബ്ലോക്കിൽ എന്താണ് നമ്മുടെ തേർഡ് ബ്ലോക്ക് ക്രിട്ടിക്കൽ തിയറിയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെന്താണ് ഒരുപാട് ക്രിട്ടിക്കൽ തിയറിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ 1 by 1 ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. തിയാഡോ അഡോണോ ആൻഡ് മാക്സ് ഹൊക്കൈമറിന്റെ കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്. ആ ഒരു തിയറിയാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിലെന്താണ് ഡയലക്റ്റിക്സ് ഓഫ് എൻലൈറ്റ്മെന്റ്, കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജീന്റെ ബേസിസിലുള്ള ചേഞ്ചസ് വരുമെന്നും അത് സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുമെന്നും ഒക്കെ ആയിരുന്നു, ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യും എന്നും ഒക്കെയുള്ള തോട്ടായിരുന്നു അന്ന് വരെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ എൻലൈറ്റ്മെന്റും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് അതെന്താണ്, അത് കറക്റ്റായിട്ടൊരു ഫ്രീഡം നമുക്ക് നൽകിയിട്ടില്ല എന്ന് വേണം പറയാൻ. ആ രീതിയിൽ ആ ഒരു എൻലൈറ്റ്മെന്റിന്റെ ഒരു ക്രിറ്റിസിസം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു കൾച്ചറിനെ ഒരു കൊമോഡിറ്റിയിലെ ഒരു പ്രോഡക്റ്റ് ആക്കി കാണിക്കുന്ന രീതിയാണ് ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ തനതായിട്ടുള്ള കൾച്ചർ ഇല്ലാതാവുന്നു. എല്ലാവരും എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് വരുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ എന്താണ് ക്രിട്ടിക്കൽ അല്ല, ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആ ഒരു രീതിയിലുള്ള ആളുകളല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മളും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു കോമൺ പാർട്ടിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ആളുകൾ എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നില്ല. ആ ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ നിന്ന് മാറ്റം വരാൻ അവർ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളാണ് ആ ഒരു സൊസൈറ്റിയിലുള്ളത്. അതുപോലെ എന്താണ് ഹെർബർട്ട് മാർക്യൂസിന്റെ 1 ഡയമെൻഷണൽ മാൻ, അതിലെന്താ പറയുന്നത് ഫോൾസ് നീഡ്സ് ആളുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ക്രിട്ടിക്കൽ അല്ലാത്ത മനുഷ്യരാണ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലുള്ളത്. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് അഡ്വർടൈസ്മെന്റ്സിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ മുന്നോട്ട് വരുന്ന ആ ഒരു കൾച്ചറിനെ എന്താണ് എല്ലാവരും സ്വീകരിക്കുകയാണ്. എല്ലാവരും ആ ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് മാറിയാൽ മാത്രമേ സൊസൈറ്റിയിൽ അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഈ ഒരു ഫോൾസ് നീഡ്സിൽ വീഴുന്ന ആളുകൾ. അവരെന്താ നമ്മുടെ ടെക്നോളജിയും സയൻസ് ആൻഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ് എന്നാണ് ഇവിടെ ഹെർബർട്ട് മാർക്യൂസ് പറയുന്നത്. ഈ ഒരു എൻലൈറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ മാർക്യൂസിന്റെ തിയറിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മൾ എന്താണ് എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീഡവും കാര്യങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൺട്രോളിങ് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത്. പണ്ട് കാലത്ത് എന്താണ് നമ്മുടെ പണിഷ്മെന്റ് ഒക്കെ ഫിസിക്കൽ ആയിട്ടുള്ള അസൾട്ടുകളായിരുന്നു. ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ കൈ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെയുള്ള രീതിയിലുള്ള പണിഷ്മെന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമ്മൾ എന്താണ് ഒരു സർവൈലൻസ് സൊസൈറ്റി ആയിട്ട് മാറുകയാണ്. നമ്മളെന്താ മറ്റുള്ള ആളുകളാൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നമ്മൾ എന്താ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കുക. ഇപ്പൊ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ CCTV ക്യാമറാസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ആധാർ കാർഡിലൂടെ എന്താണ് നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഐന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷനിലൂടെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എന്താ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ആ ഒരു ആധാർ കാർഡ് പ്രൂഫായിട്ട് കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഗവൺമെന്റിന് ലഭിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടോ തെറ്റായിട്ടോ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും. ആ രീതിയിൽ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയണം. അതുപോലെ ജോഗൻ ഹേബർമാസിന്റെ പബ്ലിക് സ്പിയർ ആണ് നമ്മളൊരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ജോഗൻ ഹേബർമാസ് പറയുന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കോമൺ ആയിട്ട് ഒരു
തോട്ട് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെയാണ് നമ്മളൊരു കാര്യത്തെ എന്താണ് അനലൈസ് ചെയ്യേണ്ടത്, ഒരു കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഒരു പബ്ലിക് സ്പിയറിലൂടെയാണ്, ഒരു ചർച്ചയിലൂടെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താണ്, മാധ്യമങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളുടെ തീരുമാനം എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു കൃത്രിമത്വം അതിൽ കടന്നു വരുന്നുണ്ട്. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയല്ല, മറിച്ച് ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്തയുടെ ഭാഗമായിട്ട് വരുന്ന തോട്ടുകളാണ് നമ്മുടെ മീഡിയയുടെ ഭാഗമായിട്ടൊക്കെ നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾ എന്താ വിചാരിക്കുക, അത് നമ്മൾ ഓരോരുത്തരും എടുത്ത തീരുമാനമാണ് എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുക. എന്നാൽ അങ്ങനെയല്ല, ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ആശയമാണ് അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എറിക് ഫോമിന്റെ പ്രോസ്യൂമേഴ്സ് യൂട്യൂബേഴ്സ് ആണ് അതിന് എക്സാം ആയിട്ട് പറയുന്നത്. പ്രോസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തോട്ടാണ് എറിക് ഫോം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, നമുക്കറിയാം ഇന്നത്തെ യൂട്യൂബേഴ്സ് നമ്മുടെ ജീവിതശൈലിയും കാര്യങ്ങളും ഒക്കെ എന്താണ് ഒരു കണ്ടന്റ് ആക്കി അതിനെ ഒരു പണമാക്കി ഒരു ലാഭത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബേഴ്സ്. നമ്മളെന്താ ഒരുപാട് ആളുകൾ, ഒരുപാട് വ്ളോഗേഴ്സിനെ നമുക്കറിയാം, മീറ്റ് മീഡിയ അങ്ങനെയുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്താണ് അവരുടെ ആ ഒരു ജീവിതം എന്താണ് ഒരു കൾച്ചറൽ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. നമ്മളെ തന്നെ നമ്മൾ എന്താണ് ആ ഒരു പ്രോഡക്റ്റ് ആയി കാണുന്ന രീതിയാണ് എറിക് ഫോം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. Discuss the view of ഹെർബർട്ട് മാർക്യൂസ് ഓൺ വൺ ഡയമെൻഷണൽ മാൻ. വൺ ഡയമെൻഷണൽ മാൻ എന്ന അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ഒരു വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള മാൻ, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്മാരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് ക്രിയേറ്റഡ് ആവുന്നത്. ആ രീതിയിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിട്ടാണ് നമ്മൾ മാറുന്നത് എന്നാണ് ഇവിടെ മെയിൻ ആയിട്ട് ഹെർബർട്ട് മാർക്യൂസ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ആരും ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. ഒരു മീഡിയയിലൂടെ നമ്മൾ കാണുന്ന കൾച്ചറിന്റെ ബേസിസിലാണ് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആവട്ടെ, നമ്മൾ കാണുന്ന മൂവീസ് ആവട്ടെ, എല്ലാതും എന്താണ് ഒരു വൺ ഡയമെൻഷണൽ മാനിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് പറയുന്നത്. എല്ലാവരും കാണുന്ന ഒരു ഹിറ്റ് ആക്കുന്ന ഒരു മൂവി നമ്മളും പോയി കാണുന്നു. അതുപോലെ എന്താ എല്ലാവരും മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളും പോയി മേടിക്കുന്നു. ആ രീതിയിൽ നമ്മൾ എന്താണ് ഒരു വൺ ഡയമെൻഷണൽ മാനിലേക്ക് നമ്മൾ മാറുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുമെങ്കിൽ ഐഫോൺ, നമ്മൾ എല്ലാവരും എന്താണ് ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ് ഈ ഐഫോൺ എന്ന് പറയുന്നത്. അതൊരു പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. അത് കയ്യിലുള്ള ആളുകൾ എന്താണ് ഒരു ഹയർ ആയിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ എല്ലാവരും വൺ ഡയമെൻഷനിലേക്ക് പോവുകയാണ് എന്ന തോട്ടാണ് നമ്മുടെ ഹെർബർട്ട് മാർക്യൂസ് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ വരുന്ന മെയിൻ പ്രശ്നം എന്താ, നമ്മള് ആ ഒരു എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒന്നാണ് എന്ന രീതിയിലുള്ള ഒരു തോട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ നമുക്ക് അറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഹയർ ആയിട്ടുള്ള സ്റ്റാറ്റസ് ലഭിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള പോവേർട്ടി വരെ അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ പോവേർട്ടി അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താണ് അത് അവരുടെ ആ ഒരു റെപ്രസെന്റേഷൻ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരാതെ പോകുന്നു. അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവര് തന്നെ മറന്നു പോകുന്നു. അവരെന്താ അതിനെ ഐഡന്റിഫൈ ചെയ്യാതെ സൊസൈറ്റിയിലുള്ള മെയിൻ സ്ട്രീം ആയിട്ടുള്ള കൾച്ചറിന്റെയും അതുപോലെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഐഡിയാസിന്റെയും ബേസിസിലായിരിക്കും അവർ മുന്നോട്ട് പോവുക. അതൊക്കെ എന്താണ്, അതൊക്കെ തന്നെയാണ് അവരുടെയും ജീവിതം, അവർക്കും ആവശ്യം അതൊക്കെ തന്നെയാണ് എന്ന രീതിയിലുള്ള ചിന്തയായിരിക്കും അവർക്കും വരിക. അപ്പൊ എന്താണ് അവര് പ്രതികരിക്കാതെ ആയി പോകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് SC ST സംവരണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് അവരെ ഒരു കൺസിഡർ ചെയ്യാണ്, അവരെ നമ്മൾ കൺസിഡർ ചെയ്യാണ് എന്ന തോട്ട് നമ്മൾ അതിലൂടെ ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവരെ എന്താ നമ്മൾ ഒരുപാട് രീതിയിൽ മറ്റു രീതികളിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് അവർ സാറ്റിസ്ഫൈ ആവുകയാണ്. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ട, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നില്ലേ എന്ന് കരുതിയിട്ട് ആ ഒരു സൊസൈറ്റി സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവർ പ്രതികരണമില്ലാത്തവരായി മാറുകയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവർ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് കാര്യങ്ങളൊന്നും സൊസൈറ്റിയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടാതെ പോകുന്നു. മുതലാളിത്തത്തിന്റെ ആ ഒരു ക്യാപിറ്റലിസ്റ്റ്
തോട്ടുകളാണ് അവിടെ മെയിൻ ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരെന്തൊക്കെ കാര്യങ്ങളാണോ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമാണെന്ന് പറയുന്നത്, അതൊക്കെ തന്നെയാണ് ഒരു മൊത്തം സൊസൈറ്റിയിലെ ആവശ്യങ്ങളായിട്ട് മാറുന്നത്. അല്ലാതെ താഴേക്കിടയിലുള്ള ആളുകളുടെ ആവശ്യങ്ങളല്ല ഇവിടെ മെയിൻ ആയിട്ടുള്ള നീഡായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇവിടെ ഒരു പ്രതികരണമില്ലാത്ത മാറുകയാണ്. ആരും തന്നെ എന്താണ് ഈ ഒരു പ്രോസസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ഒഴുക്കിനെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ചിന്തകളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും പോകുന്നില്ല. എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. റെഫ്യൂസൽ ആരും നടത്തുന്നില്ല എന്നാണ് മാർക്യൂസ് പറയുന്നത്. യഥാർത്ഥത്തിൽ റെഫ്യൂസ് ചെയ്യേണ്ടത് ആരാണ്? ഇത്തരത്തില് അനീതിയും ആക്രമണങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് റെഫ്യൂസ് ചെയ്യേണ്ടത്, അതിനെതിരെ റിബൽ ചെയ്യേണ്ടത് എന്നാണ് മാർക്യൂസ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ജീനിയസ് ആയിട്ടുള്ള ആളുകൾ, ഈ ഒരു സൊസൈറ്റിയിലെ സ്കോളേഴ്സ്, കാര്യങ്ങൾ, ജീനിയസ് ആയിട്ടുള്ള ആളുകൾ, ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് എന്നാണ് ഹെർബർട്ട് മാർക്യൂസ് പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത്. ഡിസ്കസ് പിയറി ബോർഡിയോസ് കോൺസെപ്റ്റ് ഓഫ് ഹാബിറ്റസ്. ഹാബിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ ഒരു പവർ എന്താണ്? പവർ നമ്മൾ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഇവിടെ നമ്മൾ ഹാബിറ്റസ് എന്ന് പറയുന്നത്. ഉള്ളവൻ എന്താണ്, എപ്പോഴും ഉള്ളവനായി തന്നെ ജീവിക്കുകയും ഇല്ലാത്തവൻ എപ്പോഴും ഇല്ലാത്തവനായും ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിസിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു വെൽത്ത് അവർ അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യും. അപ്പം അവരെന്താണ്, അവിടെ വരുന്ന ഭാവി തലമുറയും അവരുടെ എന്താണ് റിച്ച് ആയി തന്നെ തുടരും. അതുപോലെ എന്താണ്, ഈ ഒരു ദരിദ്രരായിട്ടുള്ള ആളുകൾ എപ്പോഴും എന്താണ്, ദരിദ്രരായി തന്നെ തുടരും. ആ രീതിയിൽ നമ്മുടെ വെൽത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഹാബിറ്റസ് എന്നുള്ള ഒരു ടേം കൊണ്ട് നമ്മുടെ പിയറി ബൂദിയോ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ബോഡി ലാംഗ്വേജിലും നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലും നമ്മുടെ ഒരു സോഷ്യൽ പൊസിഷൻ എന്താണ് തീരുമാനിക്കുന്നുണ്ട് ഒരുപാട്. റിച്ച് ആയിട്ടുള്ള ആളുകൾ എന്തായിരിക്കും, വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആക്സെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അതുപോലെ എന്താണ്, ഒരു രാജാവിനെ കാണുന്ന സമയത്ത് ഒരു വൃത്തിന് എന്താണ്, എപ്പോഴും കുനിഞ്ഞുകൊണ്ടായിരിക്കും നിൽക്കുക. ആ രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജിലുള്ള ചേഞ്ച് വരെ നമ്മുടെ ഈ ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഹാബിറ്റ് എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരു ടാസ്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ചെയ്ത് നമ്മൾ ആ ഒരു ടാസ്ക് നമ്മളുടെ എന്തായിട്ട് മാറുകയാണ്, ഒരു ഹാബിറ്റായി മാറുന്നതാണ് ഈ ഒരു ഹാബിറ്റസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. അപ്പൊ എന്താ, നമ്മളിപ്പം ഡെയിലി ബ്രഷ് ചെയ്യും, ബേത്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഈ ഒരു ഹാബിറ്റസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മളുടെ ശീലങ്ങളാണത്. അപ്പോൾ ആ രീതിയിൽ എന്താണ്, ഒരു ശീലമായിട്ട് നമ്മുടെ ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏതൊരു ഗ്രൂപ്പിലാണോ ഇൻക്ലൂഡഡ് ആവുന്നത്, ഏത് കാസ്റ്റ് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെറുപ്പം മുതലേ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അത് തന്നെയാണ് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഏതൊരു സൊസൈറ്റിയിൽ പോകുമ്പോഴും നമ്മൾ ആ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ അദ്ദേഹം എന്താണ്, ഒരു സ്കൂൾസിന്റെ സിംബോളിക് ആയിട്ടുള്ള വയലൻസിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഫോൾസ് നീഡ്സ് ക്രിയേറ്റ് ചെയ്യാണ് സൊസൈറ്റി ചെയ്യുന്നത്. നമ്മൾ എന്താണ്, യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിലുള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസുകളല്ല ലഭിക്കുന്നത്. ഇപ്പൊ നല്ല പണമുള്ള ആളുകൾക്ക് എന്താണ്, നല്ല ഹയർ ആയിട്ടുള്ള സ്കൂൾസിലും കാര്യങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടാനും, അതുപോലെ അവര് ഹയർ ആയിട്ടുള്ള കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാനും, അവരുടെ ഭാവി എന്താണ് സെക്യൂർ ചെയ്യാനും ഒക്കെയുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു എഡ്യൂക്കേഷനിൽ ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് അല്ല എല്ലാവർക്കും ലഭിക്കുന്നത്, ഈക്വൽ ആയിട്ടല്ല എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിൽ സ്കൂൾസിൽ വരെ നമ്മൾ ഡിസ്ക്രിമിനേഷൻസ് അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ഒരു നല്ല പഠിപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ എന്തായിരിക്കും, പലപ്പോഴും അതൊരു ഹയർ ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും. അവരെന്താണ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസിന്റെ ബേസിലാണ് അവർക്ക് യഥാർത്ഥത്തിൽ ആ ഒരു സിമ്പിൾ ലഭിക്കുന്നത്. അല്ലാതെ ഒറിജിനലി അവരൊരു ഒരു ആ ഒരു അക്കാഡമിക് നിലവാരത്തിന്റെ ബേസിസിലായിരിക്കണം എന്നില്ല. ഇവിടെ എന്താ നമ്മുടെ ബോധ്യോ പറയുന്നത്, നമ്മളുടെ സ്വയം പ്രയത്നം കൊണ്ടാണ് നമ്മൾ നമ്മുടെ കരിയറിൽ നമുക്ക് വളർച്ച ഉണ്ടാവുന്നത് എന്ന രീതിയിലുള്ള ഒരു തോട്ടാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. ആ ഒരു രീതിയിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വളരാനുള്ള ചാൻസ് സൊസൈറ്റി നൽകുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റായ ധാരണ ആളുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യാണ് സൊസൈറ്റി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്,
അതിൽ ഒരുപാട് എക്കണോമിക്കൽ ആയിട്ടുള്ള ഫാക്ട്സുകൾ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിലുള്ള കാര്യങ്ങൾ എന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ വെൽത്ത്, നമ്മുടെ ജനറേഷൻ ബേസ് നമ്മൾ റിച്ച് ആണോ എങ്കിൽ നമ്മൾ റിച്ച് ആണ്, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള സ്വത്തിന്റെ ബേസിസിൽ ഉള്ള അനാലിസിസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് എന്നാണ് ഇവിടെ പിയറി ബോർഡിയോ പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യേണ്ടത്. ഡിസ്ക്രൈബ് മിഷേൽ ഫൂക്കോസ് വ്യൂ ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മിഷേൽ ഫൂക്കോയുടെ തിയറിയാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മുടെ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പറയാൻ പറയുന്നത്. മിഷേൽ ഫൂക്കോ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ വ്യൂസ് ഒക്കെ തന്നെ എന്താണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ബേസിസിലാണ്, അവരെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തോട്ടുകളെല്ലാം തന്നെ. ഇപ്പൊ പ്രിസണേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, മാഡ് ആയിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ എങ്ങനെയാണ് സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ രീതിയിലേക്ക് അവരെ സൊസൈറ്റി മാറ്റിയത്, ആ ഒരു പേര് മുദ്ര കുത്തിക്കൊണ്ട് അവരെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിഷേൽ ഫൂക്കോ കൂടുതലായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ പണ്ട് കാലത്തെ ശിക്ഷാ രീതികൾ എങ്ങനെയാണെന്നും ഇന്നത്തെ കാലത്തെ ശിക്ഷാ രീതികൾ, പണിഷ്മെന്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡിഫറൻസുകളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പണ്ട് കാലത്ത് എന്താണ്, ഒരു രാജ്യഭരണമായിരുന്നു, ഒരു രാജാവിന്റെ സെൽഫിഷ് ആയിട്ടുള്ള റൂളിംഗ് ആയിരുന്നു, ആ രാജാവിന്റെ ആവശ്യങ്ങളായിരുന്നു ആ ഒരു സൊസൈറ്റിയുടെ ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മള് ഫിസിക്കൽ ആയിട്ടുള്ള അസാൾട്ടുകളായിരുന്നു, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് സൊസൈറ്റിയിൽ ചെയ്യുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള അസാൾട്ടുകളായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, അത് എല്ലാവരുടെയും മുമ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ട് എല്ലാവരുമുള്ള ഒരു സഭ വിളിച്ചു കൂട്ടി ആ ഒരു സഭയിൽ അവരെ കയറ്റി നിർത്തി അയാൾ ഇന്ന ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്, ഇന്ന തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും അറിയുന്ന രീതിയിൽ പ്രഖ്യാപിച്ചു കൊണ്ടുള്ളായിരുന്നു ആ ഒരു പണിഷ്മെന്റ് നൽകിയിരുന്നത്. എന്നാൽ മോഡേൺ വേൾഡിൽ എന്താണ്, പണിഷ്മെന്റ് എന്താണ്, ഒരു സർവൈലൻസ് സൊസൈറ്റിയാണ്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരാൽ നിരീക്ഷിക്കപ്പെടുകയാണ് എന്നുള്ള തോട്ട് വരികയാണ്. അതിനെയാണ് സർവൈലൻസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താ, നമ്മളെ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്, മറ്റുള്ള ആളുകളല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ആധാർ കാർഡ്, പാൻ കാർഡ് പോലുള്ള കാര്യങ്ങളിലൂടെ, CCTV സർവൈലൻസിലൂടെയൊക്കെ ഈ രീതിയിലുള്ള കൺട്രോളിങ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ആധാർ കാർഡിലൂടെ നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ് വെച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് ലഭിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ആധാർ കാർഡിലൂടെ വരുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ, ഇപ്പൊ പാൻ കാർഡ് ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും, ബാങ്കുമായിട്ട് ഈ ഒരു പാൻ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ്, എന്തൊക്കെ രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നു അതൊക്കെ കറക്റ്റ് റെക്കോർഡിക്കലായിട്ട് ഗവൺമെന്റിന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതെന്താണ്, നമ്മുടെ എന്തെങ്കിലും നമ്മൾ ഒരു ലിമിറ്റിൽ കൂടുതൽ മണി ട്രാൻസ്മിറ്റ് ചെയ്യാനൊന്നും പാടില്ല, അതൊക്കെ എന്താണ്, നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടാക്സ് അടയ്ക്കേണ്ടി വരും. ആ ഒരു അടയ്ക്കാതെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് എന്താണ് പണിഷ്മെന്റ് കാര്യങ്ങൾ ലഭിക്കും. ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ക്യാഷ് കൈകാര്യം ചെയ്യുന്നുണ്ടോ, സൊസൈറ്റിയുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാൻ കാർഡിലൂടെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആധാർ കാർഡിലൂടെയും നമ്മൾ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ആധാർ നമ്പർ ആണ് കൊടുക്കുന്നത്, അതിലൂടെ നമ്മൾ സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡിക്കലായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ എന്താ, നമ്മളൊരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ച് പിടിക്കുന്നുണ്ട്, എന്തെങ്കിലും കൊലപാതകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിംഗർ പ്രിന്റ് നമ്മൾ ഈ ഒരു ആധാർ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ആരാണ് ആള്, അയാൾ എവിടെ താമസിക്കുന്നു, എന്താണ് അയാളുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ എന്താണ്, സൊസൈറ്റിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. സർവൈലൻസ് സൊസൈറ്റി ആണ്. ഒരു CCTV ക്യാമറ പോലെ നമ്മളൊരു വർക്ക് പ്ലേസിൽ എപ്പോഴും എന്താണ്, ഒരു CCTV ഉണ്ടായിരിക്കും. ആ ഒരു CCTVയിൽ എന്താണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതൊക്കെ നമ്മുടെ ആ ഒരു ഹയർ ആയിട്ടുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കും, ബോസിന് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ എപ്പോഴും എന്താണ്, നമ്മളൊരു കൺട്രോളിങ്ങിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ബോസ് അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും, നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, നല്ല രീതിയിൽ വർക്ക് ചെയ്യാം എന്നുള്ള തോട്ട് നമുക്ക് എപ്പോഴും വരും. അതില്ലാത്ത സമയത്ത് എന്താ, നമ്മൾ ആരാലും കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല, ആരും നമ്മളെ കാണുന്നില്ല എന്ന തോട്ടിൽ നമുക്ക് തോന്നിയ പോലെ നമ്മൾ ബിഹേവ് ചെയ്യും. മറ്റുള്ളവർ നോക്കുന്നുണ്ട്, മറ്റുള്ളവരെന്താണ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു തോട്ട് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ എന്താണ് ഒന്ന് മോഡിഫൈ ചെയ്യും, ഒന്ന് കൺട്രോൾ ചെയ്യും. അതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്.
അദ്ദേഹത്തിന് ബയോ പൊളിറ്റിക്സ് എന്ന ഒരു കോൺസെപ്റ്റും ഇവിടെ പറയുന്നുണ്ട്. ഒരു വലിയ വിഭാഗത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ എന്താണ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ഇത് ലംഘിക്കുന്നവർക്ക് എന്താണ് ഒരു മാർജിനലൈസ്ഡ് ആയിട്ട് കാണുന്ന രീതിയാണ് ഈ ഒരു ബയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് എടുക്കാം. നമ്മുടെ സൊസൈറ്റി എന്താണ് ഒരുപാട് പേര് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു റൂള് ക്രിയേറ്റ് ചെയ്യുന്നു. ആ റൂള് എന്താണ് വയലേറ്റ് ചെയ്യുന്നവർ, അത് പാലിക്കാത്തവർ എന്താണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മുദ്ര കുത്തുന്നു. അവരെന്താണ് പ്രിസണിൽ കൊണ്ടുപോയി കുറ്റകൃത്യം ചെയ്യുന്നവരെ പ്രിസണിൽ കൊണ്ടുപോയി അടക്കുകയും മാഡായിട്ട് റെപ്രസെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് ഇതിൽ നമ്മൾ പറയേണ്ടത്. Why is culture a commodity? According to Adorno, explain with examples. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. നമ്മുടെ ആ ഒരു അഡോണോയുടെയും ഹൊക്കൈമറുടെയും ഒരു കൾച്ചറൽ ഇൻഡസ്ട്രി എന്നുള്ള തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. മിസ് അത് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതെന്താണ് കറക്റ്റ് ആ ഒരു ഫോമാറ്റിൽ നമ്മളിവിടെ എഴുതണം. ഡിസ്കസ് ടാൽകോട്ട് പാഴ്സൺസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ. ടാൽകോട്ട് പാഴ്സൺ എന്താണ് പറയുന്നത്? സോഷ്യൽ ആക്ഷൻ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിനെ ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ടാൽകോട്ട് പാഴ്സൺ പറയുന്നത് അദ്ദേഹം യൂട്ടിലിറ്റേറിയനും അതുപോലെ തന്നെ പോസിറ്റീവിസത്തിനും ആ ഒരു തോട്ടിനൊക്കെ എതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് നമ്മുടെ ഈ ഒരു തോട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു തിയറികളെയൊക്കെ എന്താണ് അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. യൂട്ടിലിറ്റേറിയൻസ് ഒക്കെ എന്താണ് ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, മറുഭാഗം എന്താ വിശദീകരിക്കുന്നില്ല. പോസിറ്റീവിസത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിന് മാത്രമേ പ്രാധാന്യം നൽകുന്നുള്ളൂ. ഹ്യൂമൻ എറേഴ്സിന് അവിടെ സാധ്യതയില്ല എന്നുള്ള ഒരു തോട്ടാണ് ഈ ഒരു പോസിറ്റീവിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതൊക്കെ എന്താണ് ടാൽകോട്ട് പാഴ്സൺ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ കളഞ്ഞുകൊണ്ട് ഒരു തിയറി മുന്നോട്ട് വെക്കുകയാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആ ഒരു റിയാലിറ്റി ബിൽഡ് ആവുന്നത്? ഒരു സോഷ്യൽ ആക്ഷന്റെ ബേസിസിലാണ് ഈ ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ആക്ഷൻസ് ആണ് നമ്മുടെ ഒരു സോഷ്യൽ ഫോം അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒരു സോഷ്യൽ ആക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഗോൾ ഓറിയന്റഡ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും ഒരു ഗോൾ നമുക്ക് ഉണ്ടായിരിക്കും. ഓരോ സോഷ്യൽ ആക്ഷന്റെ പുറകിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സിറ്റുവേഷൻ എന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ സ്പെസിഫിക് എൻവയോൺമെന്റ്, സോഷ്യൽ ഓർ ഫിസിക്കൽ. ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും ഒരു ആക്ഷൻ എപ്പോഴും. അതുപോലെ തന്നെ എന്താണ് നോർമേറ്റീവ് റെഗുലേഷൻസ്, നമ്മുടെ സൊസൈറ്റിയുടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എനർജി ഓർ എഫേർട്ട് ബൈ ദ ആക്ടർ. നമ്മുടെ ആക്ടറുടെ ആ ഒരു എഫേർട്ടിനെയും എനർജിയെയും ഒക്കെയാണ് ഈ ഒരു മോട്ടിവേഷനിലൂടെ പറയുന്നത്. മോട്ടിവേഷണൽ ഓറിയന്റേഷൻ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് നീഡ്സ്, പ്ലാൻസ് ആൻഡ് ഡിസയേഴ്സ്, സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സിനെയും പ്ലാൻസിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു മോട്ടിവേഷണൽ ഓറിയന്റേഷൻ. വാല്യൂ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു ഓറിയന്റേഷനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിലെന്താണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മൊറാലിറ്റിയും അതുപോലെ തന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും സൊസൈറ്റിയിൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ രീതിയിൽ വരുന്നത്, അതൊക്കെയാണ് ഈ ഒരു വാല്യൂ ഓറിയന്റേഷൻ. സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളെയാണ് മൂല്യങ്ങളാക്കി വെക്കുന്നത് അതൊക്കെയാണ് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 4 സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മുടെ ടാൽകോട്ട് പാഴ്സൺ പറയുന്നുണ്ട്. ദ പ്രൈമറി പേഴ്സണാലിറ്റി സിസ്റ്റം, the cultural system, the social system and behavioral system. പേഴ്സണാലിറ്റി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ആക്ടേഴ്സ്, മോട്ടിവേഷൻസ് ആൻഡ് നീഡ് ഡിസ്പൊസിഷൻ ഫോംഡ് ത്രൂ സോഷ്യലൈസേഷൻ. നമ്മുടെ ഇൻഡിവിജ്വൽ ആക്ടറിന്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പേഴ്സണാലിറ്റി സിസ്റ്റത്തിൽ വരുന്നത്. കൾച്ചറൽ സിസ്റ്റത്തിൽ നമ്മുടെ സൊസൈറ്റിയുടെ സെറ്റ് ഓഫ് ബിലീവ്സും വാല്യൂസും സിമ്പിൾസും പാറ്റേൺസും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനും അവരുടെ റോൾ പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്.
ബിഹേവിയറൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്താ വരുന്നത്? ബയോളജിക്കൽ അഡാപ്റ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഓർഗാനിസം. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ എന്താ, നമ്മുടെ സൊസൈറ്റി ഈ 4 സിസ്റ്റത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ്, ഇതെല്ലാത്തിലൂടെയുമാണ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഓരോ ആക്ഷനും സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചായിരിക്കണം. സൊസൈറ്റി പറയുന്ന രീതിയിൽ മാത്രം നമ്മൾ ബിഹേവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് ആയിട്ട് സൊസൈറ്റിക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ നമ്മുടെ സ്ട്രക്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു തിയറിയാണ് ഈ ഒരു ടാൽകോട്ട് പാഴ്സൺ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മളുടെ സ്ട്രക്ചറിന്റെ ബേസിസിൽ നമ്മൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ഇൻഡിവിജ്വൽ ആക്ഷന് നമ്മുടെ ആ ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, അത്തരത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഒക്കെ അത് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ സൊസൈറ്റിക്ക് നമ്മുടെ സ്മൂത്ത് ആയിട്ട് ഒരു ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു പാർട്ടിന് ഒരു ഡിസ്ഫങ്ഷൻ സംഭവിച്ചാൽ അത് മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു തിയറി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് റാഡ്ക്ലിഫ് ബ്രൗൺസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഫങ്ഷൻസ്. സൊസൈറ്റിയിലെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും റാഡ്ക്ലിഫ് ബ്രൗണിന്റെ തോട്ടുകളാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. സോഷ്യൽ സ്ട്രക്ചറിലേക്ക് നമ്മുടെ ഫങ്ഷനും ഇന്റർ റിലേറ്റഡ് ആണ് എന്ന രീതിയിലുള്ള തോട്ടുകളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഡിസ്കസ് ടാൽകോട്ട് പാഴ്സൺ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സിസ്റ്റം. അദ്ദേഹത്തിന്റെ സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരത്തെ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ആൻസറും കൊണ്ടുവരേണ്ടത്. ഡിസ്കസ് ലെവി-സ്ട്രോസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്ട്രക്ചർ ആസ് എ മോഡൽ. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ്, റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കടന്നു വരുന്നത്. വാട്ട് ഈസ് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്? ഡിസ്കസ്. നമ്മൾ ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു GH മീഡിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ സെൽഫിൽ ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു ലാംഗ്വേജിലൂടെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. Goffman, why did Goffman believe that human play a series of performance? Discuss. നമ്മുടെ ഡ്രാമറ്റോളജി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. നമ്മളൊരു സൊസൈറ്റി ഒരു സ്റ്റേജ് ആയിട്ടും ആക്ടേഴ്സിനെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളെ ആക്ടേഴ്സ് ആയിട്ടും കാണുന്ന ഒരു രീതിയിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. Discuss major intellectual influence on Radcliffe Brown's social anthropology. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് നൽകിയ ആളായിരുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് ഇവിടെ നൽകേണ്ടത്. അതുപോലെ ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിന് അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഫീൽഡ് സ്റ്റഡീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ ആളായിരുന്നു. അദ്ദേഹം ലോങ് ടേം ആയിട്ടുള്ള ഫീൽഡ് വർക്കിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ആ രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് പറയേണ്ടത്. അദ്ദേഹത്തിന് ഒരുപാട് തിയറിസ്റ്റിന്റെ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. ദുർഖൈമിന്റെ ട്രഡീഷൻ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ സയൻസിന്റെ തിയറികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഹൗ ഡസ് റാഡ്ക്ലിഫ് ബ്രൗൺ ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്? ഡിസ്കസ്. ഇതിലൊക്കെ ബേസിക് ആയിട്ട് അദ്ദേഹത്തിന്റെ തിയറി തന്നെ എഴുതിയിട്ട് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഈ ഒരു തിയറിയെ നമ്മൾ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മൾ ആ ഒരു ആൻസറിന്റെ ഫുൾ മാർക്ക് ലഭിക്കുന്നത്. ഡിസ്കസ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ഇൻ എവറി ഡേ ലൈഫ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി നമ്മുടെ പീറ്റർ ബർജർ ആൻഡ് തോമസ് ലക്മാന്റെ കോൺസെപ്റ്റ് ആണ് ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു റിയാലിറ്റി ബിൽഡ് ആവുന്നത്, എങ്ങനെയാണ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ് വേഴ്സസ് സബ്ജക്റ്റീവ് റിയാലിറ്റി ആണ് ഇവിടെ പറയുന്നത്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന സണ്ണ്, മൂണ്, സ്റ്റാർസ്, അതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി ആയിട്ട് നമ്മൾ പറയാൻ പറ്റുന്നതാണ്. സബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ ഭാഗമായിട്ട് എന്താണ്? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ജോബ് ടൈറ്റിൽസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വേൾഡിന്റെ ഭാഗമായിട്ട് നമ്മുടെ സോഷ്യൽ റോൾസ്, സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഒറിജിനലി എന്താണ്? നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ത്രീകളെ പറയാം, ഒരു വുമൺസിനെ എടുക്കുകയാണെങ്കിൽ വുമൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ ഓർഗാനിസം മാത്രമാണ്. അവർ ജനിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ്? ആ ഒരു ഹ്യൂമൻസിനും മെയിൽസിനും തമ്മിൽ ആ ഒരു ബയോളജിക്കൽ ഓർഗാനിസത്തിന്റെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. പക്ഷെ നമ്മളെ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയുടെ ആ ഒരു റിയാലിറ്റിക്ക് അനുസരിച്ച് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരുപാട് റോൾസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കുട്ടികളെ നോക്കേണ്ടത് ഇവരാണ്, ഹൗസ് ഹോൾഡ് വർക്കുകൾ ചെയ്യേണ്ടത് ഇവരാണ്, എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇവരാണ് എന്നുള്ള സെറ്റ് ഓഫ് റോൾസ് അവർക്ക് നൽകുകയാണ്. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ എന്താണ്? സ്ത്രീ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് എന്താണ്? സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയുടെ സബ്ജക്റ്റീവ് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു രീതിയിലുള്ള ഒരു റോള് ആ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നുണ്ട്. സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള റോളുകളും കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലേക്കുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. എക്സ്റ്റേണലൈസേഷൻ, ഒബ്ജക്റ്റിഫിക്കേഷൻ ആൻഡ് ഇന്റേണലൈസേഷൻ എന്നിങ്ങനെ 3 ടേമിലൂടെയാണ് അദ്ദേഹം പീറ്റർ ബർജർ ആൻഡ് തോമസ് ലക്മാൻ ഇവർ രണ്ടുപേരും അവരുടെ ആ ഒരു തിയറിയെ മുന്നോട്ട് വെക്കുന്നത്. എക്സ്റ്റേണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ പ്രോസസ് വെയർ ഹ്യൂമൻ ക്രിയേറ്റഡ് ആൻഡ് റീക്രിയേറ്റ് ദ സോഷ്യൽ വേൾഡ് ത്രൂ ദെയർ ഓൺഗോയിങ് ആക്ടിവിറ്റീസ്. നമ്മുടെ ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസിലൂടെ അവർ നമ്മുടെ സൊസൈറ്റിയുടെ ഈ ഒരു വേൾഡിനെ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റേണലൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റ് ആവട്ടെ, നമ്മുടെ സോഷ്യൽ വാല്യൂസ് ആവട്ടെ, നോംസ് ആവട്ടെ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ, നമ്മളാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ റൂൾസും ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് ആവട്ടെ, അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെന്താണ്? അതിൻ്റെതായിട്ടുള്ള ഒരു വസ്തുത ഉണ്ടെന്നും അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുകയാണ്. സോഷ്യൽ റൂൾസ് എന്താണ്? നമ്മളെ റൂൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടാണ് ഹ്യൂമൻ ബീങ്സിന് വരുന്നത്. പക്ഷെ ഒറിജിനലി ഹ്യൂമൻ ബീങ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോയും ഒക്കെ തന്നെ. എന്നാലും അതിനെന്താണ്? അതിൻ്റെതായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്, അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഈ ഒരു ഒബ്ജക്റ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇന്റേണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ദിസ് ഈസ് ദ This is the final stage where individuals are socialized into their culture or subculture. അവരുടെ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സബ് കൾച്ചറുമായിട്ട് സൊസൈറ്റിയിലുള്ള ആ ഒരു കൾച്ചറുമായിട്ട് അവര് അഡാപ്റ്റഡ് ആവാണ്, അവരതിനെ സ്വീകരിക്കുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇന്റേണലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ഒരു ഇന്റേണലൈസേഷൻ എന്ന ടേം കൊണ്ട് അദ്ദേഹം റെഫർ ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു റിയാലിറ്റി കൺസ്ട്രക്റ്റഡ് ആവുന്നത്? നമ്മുടെ മാസ് കൾച്ചറിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വേൾഡിലുള്ള മറ്റുള്ള സൊസൈറ്റിയിലുള്ള കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എടുക്കില്ല, അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ട കാര്യങ്ങൾ സൊസൈറ്റി എന്തൊക്കെയാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ റിയാലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ടു ക്രിട്ടിക്കൽ തിയറി. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മാക്സ് ഹൊക്കൈമറുടെയും തിയോഡോ അഡോണോയുടെയും അതുപോലെ തന്നെ ഹെർബർട്ട് മാർക്യൂസിന്റെയും ജോഗൻ ഹേബർമാസിന്റെയും എറിക് ഫോമിന്റെയും
ഓക്കെ, കോൺസെപ്റ്റ് നമ്മൾ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. 1 by 1 ആയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അവിടെ ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ദ വ്യൂ ഓഫ് പിയറി ബോദിയോ ഓൺ കൾച്ചറൽ ക്യാപിറ്റൽ. കൾച്ചറൽ ക്യാപിറ്റൽ നമ്മൾ എന്താണ്, നമ്മൾ ഒരു ജനറേഷനിൽ നിന്നും നമ്മുടെ വെൽത്ത് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു തോട്ടിലാണ് നമ്മുടെ ഈ ഒരു പിയറി ബോദിയോയുടെ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹാബിറ്റസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമ്മൾ ഹാബിറ്റസും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നൽകിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫ്യൂഡൽ ഇൻട്രാക്ഷൻസ് നമ്മൾ പറയും. നമ്മളെന്താ, ഫ്യൂഡൽ ആയിട്ടുള്ള നമ്മുടെ പ്രഭുക്കന്മാരെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും ബിഹേവ് ചെയ്യുക. തല കുനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് കൊണ്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. ജെൻഡർ എക്സ്പെക്ടേഷൻസ്, നമ്മളെ ഫെമിനൈൻ ആയിട്ടുള്ള ആ ഒരു സ്ത്രീകൾ എന്താണ് എപ്പോഴും ജെൻഡർ എക്സ്പെക്ടേഷൻസിനനുസരിച്ചായിരിക്കും സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുക. കുട്ടികളെ നോക്കുക, മുതിർന്നവരൊക്കെ ടേക്ക് കെയർ ചെയ്യുക, അതുപോലെ എന്താണ് പാചകം കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഹാബിറ്റ്സുകളെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുക. പിന്നെ എന്താണ്, ക്ലാസ് ടേസ്റ്റ്, നമ്മുടെ യങ്ങർ ഏജിലുള്ള കുട്ടികളുടെ ആ ഒരു ടേസ്റ്റിനെയും നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു പാറ്റേണിനെയും കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ രീതിയിൽ എന്താണ്, നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ഹയ്യർ ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു മേധാവിത്വമാണ് നടക്കുന്നത്. നമ്മുടെ ആ ഒരു ജെൻഡർ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യാൻ. എക്സ്പ്ലെയിൻ ഹെർബർട്ട് മാർക്യൂസ് വ്യൂ ഓൺ നീഡ് ടു കൺസ്യൂം സ്റ്റിമുലേറ്റഡ് ബൈ അഡ്വർടൈസ്മെന്റ്സ്. നമ്മുടെ അഡ്വർടൈസ്മെന്റ്സിലൂടെ എങ്ങനെയാണ് ഒരു നീഡ് ക്രിയേറ്റഡ് ആവുന്നത്, എങ്ങനെയാണ് ആളുകൾ പ്രോഡക്ട്സ് മേടിച്ച് കൂട്ടുന്ന ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ബയോ പൊളിറ്റിക്സ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. നമ്മുടെ മിഷേൽ ഫൂക്കോയുടെ ഒരു തോട്ടാണ് ഈ ഒരു ബയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മളെന്താ, നമ്മുടെ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അദ്ദേഹം 2 ബയോ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ 2 രീതിയിലാണ് ഈ ഒരു പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ബയോ പൊളിറ്റിക്സ് ആൻഡ് അനോട്ടമോ പൊളിറ്റിക്സ്. ബയോ പൊളിറ്റിക്സിൽ എന്താണ് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ മോഡേൺ സൊസൈറ്റി എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരു സർവൈലൻസ് സൊസൈറ്റി ആണ്. നമ്മൾ പറഞ്ഞ പോലെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ CCTV ക്യാമറ, ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റേജാണ് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിലുള്ളത്. ആ ഒരു സ്റ്റേജിൽ എന്താണ്, നമ്മളെ കൺട്രോൾ ചെയ്യാണ്, നമ്മുടെ റെഗുലേറ്റ് ചെയ്യാണ്, നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ട് നമ്മുടെ സെറ്റ് ഓഫ് ബിഹേവിയേഴ്സിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു ബയോ പൊളിറ്റിക്സ് എന്നുള്ള ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അനോട്ടമോ പൊളിറ്റിക്സ് എന്നുള്ള ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡിവിജ്വൽ ബോഡി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു ബോഡിയെ ഹെൽത്ത് നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, നമ്മുടെ ബിഹേവിയർ നമ്മളെങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അനാട്ടമോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു മിഷേൽ ഫൂക്കോയുടെ തോട്ട് വരുന്നത്.
ആ രീതിയിൽ ആ ഒരു മിഷേൽ ഫൂക്കോയുടെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണിലൂടെയാണ് എല്ലാ കാര്യങ്ങളെയും നോക്കി കണ്ടിട്ടുള്ളത്. ആ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട്, ഒരു പ്രിസണേഴ്സ് അല്ലെങ്കിൽ ഒരു മാഡ് ആയിട്ടുള്ള ആളുകളായിട്ട് ചിത്രീകരിക്കുന്നത് ആരെയാണ്? നമ്മുടെ സോഷ്യൽ റിയാലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളെയാണ്. സൊസൈറ്റിക്ക് എന്താണ് ഹാംഫുൾ ആണ് അവരുടെ ചിന്തകൾ, അവരുടെ പ്രവൃത്തികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അവരെ എന്താണ് ആ രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദൃശ്യം മൂവിയിൽ എന്താണ് ആ ഒരു വരുൺ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ കൊല്ലുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്തിട്ടാണ്? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്തത് കൊണ്ടാണ്. എന്നാൽ എന്താണ് അതേ സ്ഥാനത്ത് ആ ഒരു കുറ്റവാളിയെ കൊന്നിട്ടുള്ള ആ ഒരു ജോർജ് കുട്ടി എന്നുള്ള ആ ഒരു ക്യാരക്ടർ എന്താണ് ശിക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ ഈ ഒരു ആ ഒരു സ്റ്റോറിയിൽ. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ആ അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളത് ആ ഒരു വരുൺ എന്താണ് സൊസൈറ്റിയിൽ ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മകനാണ്. ആ ഒരു വ്യക്തിയെ ഒരു ഹേർട്ട് ചെയ്തത് കൊണ്ട് എന്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്തത് കൊണ്ട്, ഒരു കൊലപാതകം ചെയ്തത് കൊണ്ട് നമ്മുടെ ജോർജ് കുട്ടി എന്താണ് അവിടെ ഒരു കുറ്റവാളിയായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, ഒരു പ്രിസണർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ മകളോട് ചെയ്ത അനീതിക്കുള്ള തക്കതായ ശിക്ഷ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? അത് സൊസൈറ്റി എന്താണ് ഒരു കുറ്റകൃത്യമായി കണ്ട് അദ്ദേഹത്തെ ഒരു ജയിലിൽ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ആൻസറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രിസണേഴ്സ് അല്ലെങ്കിൽ ഒരു കുറ്റവാളി എന്ന് മുദ്ര കുത്തുന്ന വ്യക്തികൾ പലപ്പോഴും എന്താണ് സൊസൈറ്റിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്മൂത്ത് ഫങ്ഷന് ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് അവർ ചെയ്യുന്നത് എന്ന് സൊസൈറ്റി എന്താണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റുള്ള ആളുകളെ, കോമൺ സൊസൈറ്റിയെ എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു തിയറി പേപ്പറിൽ 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ എന്താണ് മെയിനായിട്ട് ഓരോ തിയറിയിലും എന്ത് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏത് കീവേഡാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു കീവേഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആ ഒരു ടെക്നിക്ക് മാത്രമാണ് നമ്മൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത്. പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ട് എന്താണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു തിയറി ഏതാണെന്നും ആ ഒരു തിയറിയിൽ എന്ത് കാര്യമാണ് മെയിനായിട്ട് പറയുന്നതെന്നും അതിനെ എങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതും ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റൂ, നല്ല മാർക്സ് ഇതിൽ പാസ്സാവാനും പറ്റുള്ളൂ. അപ്പൊ എന്താ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ കാണുക. ഈ ഒരു PYQ സെക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ക്ലാസ് ഒക്കെ കാണുക. ആപ്പിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം. കറക്റ്റ് അതിൽ എന്താ അതിൻ്റെ ഓരോ കാര്യത്തിനെയും എക്സാമ്പിൾസ് വെച്ച് തന്നെയാണ് മിസ് ക്ലാസ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് കഴിയുന്നതും കാണുക. ഈ ഒരു PYQ ഡിസ്കഷനും നല്ല രീതിയിൽ കാണുക. ഇതൊക്കെ മിസ് കറക്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി ഇരിക്കുക കേട്ടോ. ആരും ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തൊന്നും പോവരുത്. നല്ല രീതിയിൽ എല്ലാവരും കേട്ട് നന്നായിട്ട് എഴുതുക. അപ്പോൾ ബൈ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ബൈ ആൻഡ് താങ്ക് യു.